നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖരനെ വേദിയിൽ ഇരിപ്പിടം നൽകിയത് ജനാധിപത്യ വിരുദ്ധമെന്ന് CPM. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഇടം കിട്ടാത്തതിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടോ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോടോ അല്ല, അത് കാണിക്കേണ്ടത് സ്വന്തം അമ്മായിയപ്പനോടാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ പ്രതികരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിനിടെ ഉണ്ടായ 4 മരണത്തെക്കുറിച്ച് വിദഗ്ധ സംഘം അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാനാവൂ. തീപിടുത്തമല്ല മരണകാരണമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞത് കേസ് ഷീറ്റ് നോക്കിയാണെന്നും സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനും തീപിടുത്തത്തിനും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും വീണ ജോർജ് വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിലെ ഉന്നതതല യോഗത്തിനു ശേഷമാണ് വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്ന വാർത്തകളോട് പ്രതികരിച്ചിരിക്കുകയാണ് K. സുധാകരൻ. ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്തായാലും അത് അനുസരിക്കുകയേ മാർഗമുള്ളൂ. ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് മനസാ ശിരസ സ്വീകരിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മണിക്കൂറോളമാണ് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും സംസാരിച്ചത്. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം തന്റെയും തീരുമാനമാണെന്നാണ് K. സുധാകരൻ പറയുന്നത്. തെരുവുനായയുടെ കടിയേറ്റ 13-കാരി പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിയിട്ടും പേവിഷബാധയേറ്റു മരിച്ചു. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി ഭാഗ്യലക്ഷ്മിയാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോഗ്യവകുപ്പിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഡിസംബർ 13-നാണ് കുട്ടിയെ നായ കടിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ വാക്സിൻ പൂർത്തിയാക്കിയിട്ടും ഏപ്രിൽ 3-ന് കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഏപ്രിൽ 9-നാണ് കുട്ടിക്ക് മരണം സംഭവിക്കുന്നത്. തൃശൂർ കൊടകരയിൽ ലഹരിയുമായി 2 പേർ അറസ്റ്റിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ഡാർക്ക് മെർച്ചന്റ് ദീപക്, നോർത്ത് പറവൂർ സ്വദേശിനിയായ ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 180 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ 9 വയസ്സുകാരി ചക്ക തലയിൽ വീണു മരിച്ചു. കോട്ടയ്ക്കൽ ചക്കുവെട്ടി സ്വദേശിയായ ആയിഷ തസ്നിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:30-യോടെയാണ് മരണം നടക്കുന്നത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ തലയിലേക്ക് ചക്ക വീഴുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുവൈറ്റിൽ നേഴ്സുമാരായ ദമ്പതികൾ ഫ്ളാറ്റിൽ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഇതുവരെയും ദുരൂഹത മാറുന്നില്ല. സംഭവം നടന്ന ദിവസം ഇവരുടെ ഫ്ളാറ്റിൽ നിന്ന് ശബ്ദങ്ങൾ കേട്ടതായും അയൽവാസികൾ പറയുന്നുണ്ട്. എന്നാൽ ഇവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവിടേക്ക് പോകാതിരുന്നതെന്നാണ് പ്രദേശവാസികൾ മൊഴി നൽകിയത്. ആമസോൺ കൊമേഴ്സിന്റെ കളമശ്ശേരിയിലെ ഗോഡൌണിൽ BIS കൊച്ചി ബ്രാഞ്ച് പരിശോധന നടത്തി. ഗുണനിലവാരം ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പരിശോധനയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള ബ്രാൻഡുകളുടെ പേരിൽ നിർമ്മിച്ച ഗാർഹിക ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും അടുക്കള ഉപകരണങ്ങളും കളിപ്പാട്ടങ്ങളും പാദരക്ഷകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. ISI മാർക്ക് വ്യാജമായി ഒട്ടിച്ചതും നിയമപ്രകാരമുള്ള ലേബലുകൾ ഒട്ടിക്കാത്തതുമായ ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ചൊവ്വാഴ്ച പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും ബുധനാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ്ടും നടപടി കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നുമുള്ള എല്ലാ ഇറക്കുമതികളും നിരോധിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ സുരക്ഷ കണക്കിലെടുത്താണ് നടപടി എന്നാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. 2023-ലെ വിദേശ വ്യാപാര നയത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് പുതിയ തീരുമാനം. പാകിസ്ഥാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതോ കയറ്റുമതി ചെയ്യുന്നതോ ആയ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വ്യക്തമാക്കി. ദേശീയ സുരക്ഷ കണക്കിലെടുത്തും രാജ്യ താൽപര്യം സംരക്ഷിക്കുന്നതിനുമാണ് നടപടിയെന്നും ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി.